ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പുതിയ നേതൃത്വത്തിന് കീഴിൽ രാജസ്ഥാൻ സദ്ഭരണത്തിന്റെയും വികസനത്തിന്റെയും പുതിയ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി. കേന്ദ്ര പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രയാണം തുടരുന്നു. നാളെ പ്രധാനമന്ത്രി ഗുണഭോക്താക്കളുമായി ഓൺലൈനായി സംവദിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുമായി ബന്ധപ്പെട്ട് നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കേരള സർക്കാരിന്റെ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ. കാഴ്ചയുടെ മഹോത്സവമായ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. വാർത്തകൾ വിശദമായി. പരീക്ഷാ സമയത്തെ വിജയകരമാക്കി മാറ്റുക ആണ് പരീക്ഷാ പേ ചർച്ച പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷയെ പുഞ്ചിരിയോടെ നേരിടുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ഉദ്ദേശമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. innovate.mygov.in/ppc-2024 എന്ന വെബ്സൈറ്റ് ലിങ്കിലൂടെ പരിപാടിയിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച നടപടികൾ പുനരാരംഭിക്കും. സുരക്ഷാ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. വിശദാംശങ്ങളിലേക്ക്. രാവിലെ ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ സുരക്ഷാ വീഴ്ച, എംപിമാരുടെ സസ്പെൻഷൻ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു. കോൺഗ്രസ്, തൃണമൂൽ, DMK, JDU അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് സഭാധ്യക്ഷൻ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് ഉണ്ടായത്. സുരക്ഷാ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് സഭാധ്യക്ഷൻ ജഗദീപ് ധൻഖർ അനുമതി നൽകിയില്ല. വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് അദ്ദേഹം സഭയെ അറിയിച്ചു. എന്നാൽ വിഷയത്തിൽ സർക്കാർ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. 2 മണിക്ക് ശേഷം സഭ പുനരാരംഭിച്ചെങ്കിലും ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിയുന്നതായി സഭാധ്യക്ഷന്മാർ അറിയിച്ചു. അതിനിടെ പാർലമെന്റിൽ നിന്നും ഇന്നലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ വിമർശിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. സംഭവത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട് പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. എന്നാൽ സുരക്ഷാ വീഴ്ചയെ സർക്കാർ ഗൌരവത്തോടെയല്ല കാണുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ച ഗൌരവമുള്ളതാണെന്നും സുരക്ഷാ മുൻകരുതൽ ശക്തമാക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക പങ്കുവച്ചു. പാർലമെന്റിന്റെ സുരക്ഷ സ്പീക്കറുടെ കീഴിലാണെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ക്ഷയരോഗ ബാധിതരുടെ എണ്ണം കുറഞ്ഞുവരുന്നതായി കേന്ദ്ര സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചു. രാജ്യത്ത് 2015 അപേക്ഷിച്ച് 2022 ക്ഷയരോഗികളുടെ എണ്ണത്തിൽ 16% കുറവ് വന്നതായി ലോകബാങ്ക് റിപ്പോർട്ട് ഉദ്ധരിച്ച് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2025 സമ്പൂർണ്ണ ക്ഷയരോഗ നിർമ്മാർജ്ജനമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും സഹമന്ത്രി പറഞ്ഞു. മുതിർന്ന BJP നേതാവ് ഭജൻലാൽ ശർമ്മ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജയ്പൂരിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP നേതാക്കളായ ദിയ കുമാരി, പ്രേംചന്ദ് ബൈർവ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുതിയ നേതൃത്വത്തിന് കീഴിൽ രാജസ്ഥാൻ സദ്ഭരണത്തിന്റെയും വികസനത്തിന്റെയും പുതിയ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേന്ദ്ര പദ്ധതികൾ എല്ലാ തലത്തിലുമുള്ള ജനങ്ങളിൽ എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്ത് ഉടനീളം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട് 4 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കും.
കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 കോടിയിലധികം ജനങ്ങളാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ പങ്കെടുത്തത്. ഏകദേശം 60,000 ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയെത്തി. കേരളത്തിലും ലക്ഷദ്വീപിലും വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട്, വെള്ളനാട് ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കൊല്ലത്ത് കുളക്കട പഞ്ചായത്തിലും യാത്രയെത്തി. നാളെ കൊല്ലത്തെ പവിത്രേശ്വരം, എഴുകോൺ പഞ്ചായത്തുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കും. പത്തനംതിട്ടയിൽ കടപ്ര, നിരണം ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം. ഇടുക്കി അടിമാലിയിൽ യാത്ര നാളെ എത്തും. മറ്റ് ജില്ലകളിലെയും ഗ്രാമീണ മേഖലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 650 വിദ്യാർത്ഥികളുടെ ബിരുദദാനം ചടങ്ങിൽ നടക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രത്യേക പരിപാടിയിലും ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരള സർക്കാരിന്റെ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇതുവരെ 100-ലേറെ മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ പരിപാടികൾ നടന്നു. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സമാപന ചടങ്ങ് പുരോഗമിക്കുന്നു. ചലച്ചിത്ര നടൻ പ്രകാശ് രാജ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ക്യൂബയുടെ ഇന്ത്യൻ സ്ഥാനപതി അലഹാൻദ്രോ സിമാൻകാസ് മരിൻ വിശിഷ്ടാതിഥിയായി. പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം കരസ്ഥമാക്കി. ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32-44 ഫിപ്രസി പുരസ്കാരത്തിന് അർഹമായി. കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ ഭാഗമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും വജ്ര ജൂബിലി ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതുവഴി രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദ്യാർത്ഥികളുടെ മികവിനും സമഗ്രമായ വികസനത്തിനും കേന്ദ്രീയ വിദ്യാലയങ്ങൾ നൽകുന്ന സംഭാവന ശ്ലാഘനീയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് മികച്ച ലീഡ്. 7 റൺസ് വഴങ്ങി 5 വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയുടെ മികവിലാണ് ഇന്ത്യ മികച്ച 1ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കിയത്. ഇന്ന് കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് നേടിയിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയ്ക്ക് 478 റൺസിന്റെ ലീഡായി. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 136 റൺസിന് അവസാനിച്ചിരുന്നു. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 8-ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 16 പോയിന്റുമായി മോഹൻ ബഗാൻ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. 10 പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 7ാം സ്ഥാനത്താണ് ഉള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയുടെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പുതിയ നേതൃത്വത്തിന് കീഴിൽ രാജസ്ഥാൻ സദ്ഭരണത്തിന്റെയും വികസനത്തിന്റെയും വഴിതെളിക്കുമെന്ന് പ്രധാനമന്ത്രി. കേന്ദ്ര പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രയാണം തുടരുന്നു. നാളെ പ്രധാനമന്ത്രി ഗുണഭോക്താക്കളുമായി ഓൺലൈനായി സംവദിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുമായി ബന്ധപ്പെട്ട് നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കേരള സർക്കാരിന്റെ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ. കാഴ്ചയുടെ മഹോത്സവമായ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.